ലഡ്കി ഹു ലഡ് സക്തി ഹു, പെൺകുട്ടിയാണ്, പോരാടുകയും ചെയ്യും. ഇത് പ്രിയങ്ക ഗാന്ധി കൂടെ രാഹുൽ ഗാന്ധിയും പണ്ട് പറഞ്ഞതാണ് പെൺകുട്ടികളെക്കുറിച്ച്, ഗുസ്തിക്കാരുടെ സമരകാലത്താണ്. കൽക്കട്ടയിൽ ഒരു പെൺകുട്ടി അതിഭീകരമായി കൊല്ലപ്പെട്ടു. സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ സംസ്ഥാന പോലീസ് ഉൾപ്പെടെ തെളിവ് നശിപ്പിച്ചു. TMCയുടെ MP പോലും പരസ്യമായി വന്നിട്ട്, സുഖേന്ദു ശേഖർ റായ് തൃണമൂൽ കോൺഗ്രസിൻ്റെ രാജ്യസഭാ MP വന്നിട്ട് പരസ്യമായി പറഞ്ഞു തെളിവ് നശിപ്പിക്കപ്പെട്ടു. പോലീസ് നായെ പോലും കൊണ്ടുവന്ന് 3 ദിവസം കഴിഞ്ഞിട്ടാണ് ആ കെട്ടിടത്തിൻ്റെ ബലാത്സംഗം നടന്ന മുറിയുടെ ഭിത്തി തകർക്കപ്പെട്ടു. ആർക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു എന്ന് പരസ്യമായി പറഞ്ഞ സുഖേന്ദു റായിനെ TMC സസ്പെൻഡ് ചെയ്തു, പുറത്താക്കുകയാണ്. അയാൾക്കെതിരെ പോലീസ് കേസ് കൊടുത്തു. ലോക്കറ്റ് ചാർജ് ഇത് പറഞ്ഞു BJP നേതാവ്, അവർക്കെതിരെ കേസെടുത്തു. അവിടുത്തെ ഒരു ഡോക്ടർ സുബ്രതോ ഗോസ്വാമി, അദ്ദേഹത്തിനെതിരെ കേസെടുത്തു. അദ്ദേഹം ഈ പോസ്റ്റ്മോർട്ടം കണ്ട ആളാണ്. പോസ്റ്റ്മോർട്ടം കണ്ടിട്ട് അതിൻ്റെ വിശദാംശങ്ങൾ എക്സിൽ എഴുതി എന്ന പേരിൽ അതിൻ്റെ പേരിൽ കേസെടുത്തു. അങ്ങനെ സംസ്ഥാന സർക്കാരിൻ്റെ ഒത്താശയോടെ, മുഖ്യമന്ത്രിയുടെ ഒത്താശയോടെ, സിറ്റി പോലീസ് കമ്മീഷണറുടെ ഒത്താശയോടെ, ആശുപത്രി അധികൃതരുടെ ഒത്താശയോടെ ഒരു പെൺകുട്ടിയെ നീചമായി കൊലപ്പെടുത്തിയിട്ട് ലഡ്കി ഹു ലഡ് സക്തി ഹു എന്നൊക്കെ പറഞ്ഞ പ്രിയങ്കയും രാഹുലും ഒന്നങ്ങോട്ട് പോയിട്ടില്ലല്ലോ. ഹത്രാസിൽ പോയി, പോലീസുമായി ഏറ്റുമുട്ടി. മണിപ്പൂരിൽ പോയി, ഉന്നാവയിൽ പോയി. എന്തേ കൊൽക്കത്തയ്ക്ക് പോകുന്നില്ല രാഹുൽ ഗാന്ധി? രാഹുൽ ഗാന്ധി ഇപ്പോൾ അമേരിക്കയ്ക്ക് പോവുക. അതെ, അമേരിക്കയ്ക്ക് പോവുകയാണ്. ആരോ പറയുന്നിട്ട് ഈ പറഞ്ഞ വെറോണിക്ക ക്വാർട്ടർലിയും മക്കളും അമേരിക്കയിലാണ് താമസിക്കുന്നത് എന്ന് ഇതിനിടയ്ക്ക് ബ്ലിറ്റ്സുമായി ബന്ധപ്പെട്ട ചില ആൾ പറയുന്നുണ്ട്. എന്തായാലും അദ്ദേഹം 10 ദിവസം 12 ദിവസം അവിടെ ഉണ്ട്. 10 ദിവസം നല്ലതാണ്. ഇടയ്ക്കിടയ്ക്ക് കുടുംബത്തിൽ പോകുന്നതൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. വേണ്ടപ്പെട്ട ആളുകളൊക്കെ ഉണ്ട്. അതെ, അവിടെ നേരത്തെ മീറ്റിങ്ങുകൾ സംഘടിപ്പിച്ചു കൊടുക്കുന്ന പാകിസ്ഥാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകരും ഒക്കെ ധാരാളമായിട്ട് അവിടെ ഉണ്ട്. അവരാണ് അദ്ദേഹത്തിൻ്റെ യോഗങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നതൊക്കെ. പിന്നെ ആ സുനിത വിശ്വനാഥൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ത്രീയുണ്ട്. സോറോസിൻ്റെ ആളുകളും ഒക്കെ ഉണ്ട്. ഈ ബംഗാളിലെ സംഭവം, ഈ പ്രതി സഞ്ജയ് എന്ന് പറയുന്ന ആൾ ഒരു സ്ഥിരം കുറ്റവാളിയായിട്ടാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അയാൾ ഈ ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ട് TMCയുമായിട്ടുമൊക്കെ ബന്ധപ്പെട്ട് അവിടെ ആശുപത്രിക്ക് ചുറ്റും ഒരു അധോലോക സംഘം വളർത്തി ജീവിക്കുന്ന ഒരാളായിട്ടാണ് റിപ്പോർട്ടുകളിൽ നിന്ന് പറയുമ്പോഴത്തേക്ക് ഇടയ്ക്കൊന്ന് പറയാം. ഒരാളുടെ പേര് ഞാൻ പറയാം, സൗമിക് സെൻ എന്നാണ് പേര്. അയാളൊരു ജിം ട്രെയിനറാണ്. അയാൾ TV9 ബംഗ്ലായിൽ അയാളുടെ ഒരു ബൈറ്റ് കാണിച്ചു. അയാൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകൻ. അയാൾ പറഞ്ഞു, ഞാനും പോയി ആശുപത്രി തല്ലിപ്പൊളിക്കാൻ പോയിരുന്നു. അയാൾ ചാനലിൻ്റെ മുന്നിൽ വന്ന് പറയുകയാണ്, അവിടുത്തെ TMC കൗൺസിലറായ രാജീവ് സെന്നിൻ്റെ സഹായിയാണ് ഈ സൗമിക് സെൻ. അയാൾ പറഞ്ഞത് ഈ ചാനലിൻ്റെ മുന്നിൽ അഭിമാനത്തോടെ പറയുകയാണ്, ആശുപത്രി പോയി ഞാൻ തല്ലിപ്പൊളിച്ചു. അതായത് അവർ ഈ നമ്മൾ ഇന്നലെ ഒരു ടോക്കിൽ പറഞ്ഞു, അവിടെ അവിടെ ഇതിനിടയ്ക്ക് പറയുന്നുണ്ട്, നിങ്ങൾ ഇനി തല്ലി പൊളിക്കേണ്ടത് സെമിനാർ ഹാളാണ്, 3rd floor ആണെന്ന് പറയുന്നുണ്ട്. 3rd floorൽ റേപ്പ് നടന്നു, അതിൻ്റെ തെളിവ് നശിപ്പിക്കാൻ ഭിത്തിയൊക്കെ പൊളിച്ചു. ബാക്കിയൂടെ നശിപ്പിക്കാൻ, ആ സെമിനാർ ഹാളെ നശിപ്പിക്കാൻ വേണ്ടി ജനക്കൂട്ടത്തെ പറഞ്ഞു വിടുകയാണ്. പക്ഷെ അവർക്കൊരു അബദ്ധം പറ്റി. അവിടെ 3rd floor എന്ന് പറഞ്ഞാൽ ശരിക്കും 2ാം നിലയാണ്. ശരിക്കുള്ള 3rd floor എന്ന് പറഞ്ഞാൽ അവിടെ 4th storyയാണ്. അതുകൊണ്ട് ഈ ആൾക്കൂട്ടത്തിൻ്റെ ആക്രമണം ശരിക്കും കൃത്യം നടന്നിട്ടുണ്ടായില്ല അവിടെ. പക്ഷേ തെളിവൊക്കെ അവർ നേരെ നശിപ്പിച്ചു എന്നുള്ള കാര്യം. അപ്പോൾ ഇതെല്ലാം ഓർഗനൈസ്ഡാണ്. തൃണമൂൽ കോൺഗ്രസിൻ്റെ ആളുകൾ, കൗൺസിലറുടെ, അവിടുത്തെ ലോക്കൽ കൗൺസിലറുടെ അനുയായി ജിം നടത്തുന്ന ആൾ, മനസ്സിലായല്ലോ. അപ്പോൾ തന്നെ ഒരു കട്ടയാനാണ്, ഒരു അത്യാവശ്യം ഗുണ്ട സെറ്റപ്പ് ഉള്ള ആളാണ് അയാൾ. അപ്പോൾ ഈ പ്രതി ഈ വക കാര്യങ്ങളിലൊക്കെ അറിയപ്പെടുന്ന ഒരാളാണെന്ന് മാത്രമല്ല, അയാൾക്ക് വേറെ ബന്ധങ്ങളും സംഘത്തിലെ ആളുകളും ഒക്കെ ഉണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ പ്രതിസ്ഥാനത്തുള്ളത് ഈ ഒരാൾ മാത്രമാണ്. ഈ ബലാത്സംഖ്യയായിട്ട് ഇപ്പോൾ ലോകത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരാൾ മാത്രമാണ്. പക്ഷെ 4 പേര് വരെ ഉണ്ടെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. അതെ, പഴയ ഡോക്ടർമാരെയൊക്കെ മറ്റേ ചോദ്യം ചെയ്യുന്നുണ്ടല്ലോ. പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷ് ഇപ്പോഴും CBIയുടെ കസ്റ്റഡിയിലാണ്, വിട്ടിട്ടില്ല. അയാളാണിത് പ്ലാൻ ചെയ്തതെന്ന് പറയുന്നത്. ഇപ്പോൾ വരുന്ന വിവരമെന്ന് വെച്ചാൽ അത് മരുന്ന് മാഫിയുമായി ബന്ധപ്പെട്ട് നടത്തിയ കൊലപാതകമാണ്. ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഇത്തരം ചില കാര്യങ്ങളുണ്ടായിരുന്നു. ഇവരെ സൈലൻസ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. ഇവർക്ക് ധാരാളം കാര്യങ്ങൾ അറിയാം. ഇവർ സംഭവിച്ച ഈ പെൺകുട്ടി അവിടെ നടക്കുന്ന ഡ്രഗ് ഇടപാടുകൾ കണ്ടെത്തിയിട്ട് പ്രിൻസിപ്പലിൻ്റെ അടുത്താണ് പോയി പരാതി പറഞ്ഞത്. പ്രിൻസിപ്പളാണ് സന്ദീപ് ഘോഷ്. അതെ, പറയേണ്ട ആള് ഇത് നടത്തിയതിൻ്റെ
കിങ് പിന്നായ ആളോട് തന്നെയാണ് പരാതി പറഞ്ഞത്. അപ്പോൾ പിന്നെ ഇവിടെ തട്ടിക്കളയാൻ തീരുമാനിച്ചു. അതിനു വേണ്ടിയിട്ട് റേപ്പാണെങ്കിൽ ബലാത്സംഗം നടന്നു എന്ന തരത്തിലേക്ക് വിവാദങ്ങൾ ഉണ്ടായിക്കോളും, മറ്റത് മുങ്ങിപ്പോകും, അതിനു വേണ്ടിയിട്ട് ചെയ്തതാണ്. ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്ന് കണ്ടെടുത്ത സെമൻ ഈ പറയുന്ന പോലെ ഒരാളുടേതല്ലെന്നും അതിൻ്റെ അളവ് കൂടുതലാണെന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. ഏതായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പൂർണ്ണമായും അതുകൊണ്ടാണ് അത് ഒരു പ്രതി അല്ല എന്നുള്ളത് അതിൽ നിന്ന് വരുന്നത്. വേറെ സംഘാംഗങ്ങൾ ഇയാൾക്കുണ്ട്. കാരണം ഇയാൾ ശരിക്കും ഈ ഒരു ഗുണ്ടയാണ്. ഇയാൾ ഇപ്പം പ്രതിയായിട്ടുള്ള അയാൾ ഈ ആശുപത്രിയുടെ കാര്യങ്ങളൊക്കെ നടത്തിപ്പും അങ്ങനത്തെ ഇവിടെയും ചില സെറ്റപ്പുകൾ ഉണ്ടല്ലോ കേരളത്തിലൊക്കെ, ചില പാർട്ടിക്കാരെയൊക്കെ ബന്ധിപ്പിച്ച് ചില മെഡിക്കൽ കോളേജ് വോളണ്ടിയർ ആണെന്നാണ് പറയുന്നത്. അതെ, അങ്ങനെ വോളണ്ടിയർ ആണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അയാൾ ശരിക്കും ഒരു കിങ് പിൻ തന്നെയാണ് ഈ ഗുണ്ടകളുടെ. സന്ദീപ് ഘോഷ് എന്നുള്ള പ്രിൻസിപ്പളിനെ മുമ്പ് മുർഷിദാബാദിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. സ്ഥലം മാറ്റിയപ്പോൾ ഇയാൾ പോയില്ല. അപ്പോൾ ഇയാൾക്ക് പകരം ചാർജ് നാഷണൽ മെഡിക്കൽ കോളേജ്, ഇതിനു മുമ്പ് അത് പിന്നീട് ഇയാളെ സ്ഥലം മാറ്റിയപ്പോൾ പുതിയ പ്രിൻസിപ്പൾ RG കാർ ആശുപത്രിയിലേക്ക് വന്നു. ഇയാൾ എന്ത് ചെയ്യുന്നു അറിയാം, ആ പ്രിൻസിപ്പലിൻ്റെ മുറി അങ്ങ് പൂട്ടി, പുതിയ പ്രിൻസിപ്പളിനെ കയറ്റിയില്ല. വലിയ വിഷയമായി. സ്വാഭാവികമായും സംഭവിക്കേണ്ടത് സന്ദീപ് ഘോഷിനെ സസ്പെൻഡ് ചെയ്യും. അങ്ങനെയല്ല സംഭവിച്ചത്. മറ്റേ ട്രാൻസ്ഫർ റദ്ദാക്കി, മറ്റേ ആളുടെ വന്നിടത്തോട്ട് പോകാൻ പറഞ്ഞ് സന്ദീപ് ഘോഷ് അവിടെ ഇരിക്കാനും പറഞ്ഞു. അങ്ങനെ തൃണമൂലിന് ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ്. തൃണമൂലിന് വലിയ സ്വാധീനമുണ്ട്. ഇനി എനിക്ക് കേരളത്തിലെ കാര്യം വലിയ സങ്കടമെന്നറിയോ, ഈ പെൺകുട്ടി അവിടെ ഈ PG സ്റ്റുഡൻ്റാണ്. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ട്രെയിനി ഡോക്ടറായിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ PG ഡോക്ടർമാരുടെ ഇടതുപക്ഷ സംഘടനയിൽ അംഗമാണ്, CPM സംഘടനയിൽ അംഗമാണ്. എന്നിട്ട് കേരളത്തിലെ CPMകാർ ഒരു മെഴുകുതിരിയും കത്തിക്കുന്നില്ലല്ലോ. അതില്ലല്ലോ. അതെന്താ? അത് ഇവിടെ തന്നെ മുമ്പ് ഒരു CPMൻ്റെ വിദ്യാർത്ഥി PG വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ട ഒരാളല്ലേ സ്ത്രീധനം ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി ആത്മഹത്യ തിരുവനന്തപുരത്തുണ്ടായത്. പിന്നെ ബംഗ്ലാദേശിൽ പത്രപ്രവർത്തകനായിട്ട് ജോലി ചെയ്യുന്ന ഒരു CPM പ്രവർത്തകൻ. അല്ല എന്തായാലും പക്ഷേ അവർ പോളിറ്റ് ബ്യൂറോ ഹിന്ദു എന്ന് ആദ്യമായിട്ട് പറഞ്ഞ് ഹിന്ദുക്കളെ പീഡിപ്പിക്കുന്നു പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി. കേരളത്തിലെ പാർട്ടിയൊന്നും മിണ്ടിയില്ല, ദേശീയ നേതൃത്വം ഇറക്കി. അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ ബംഗാളിലെ CPM സമരത്തിലാണ് ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ചു. പക്ഷെ കേരളത്തിലെ CPM മിണ്ടുന്നില്ല. ബംഗാളിലെ പാർട്ടിയും കേരളത്തിലെ പാർട്ടിയും രണ്ടാണോ? കേരളത്തിലും മറ്റേ സമരം ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞൊരു മുറവിളിയൊക്കെ ഉണ്ടായിരുന്നു. കേരളത്തിൽ ഇവരുടെ സഹയാത്രികരാണ് ദീദി, അവിടെ ഫൈറ്റ് ചെയ്യാണ്. ബംഗാളിലെ പാർട്ടിയും കേരളത്തിലെ പാർട്ടിയും രണ്ട് പാർട്ടിയാണ്. അതെ, പക്ഷെ അവിടെ ഫൈറ്റ് ചെയ്യുന്നുണ്ടല്ലോ ഈ പ്രശ്നത്തിൽ. അതെ. പക്ഷെ എൻ്റെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് അത് ഈ കുട്ടി അതിൽ പെട്ടതാണ്. അതെ. നമ്മൾ ചർച്ച തുടങ്ങിയത് എന്തുകൊണ്ട് ലഡ്കി ഹു ലഡ് സക്തി ഹു എന്നൊക്കെ പറയുന്ന രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഹാത്രാസിൽ പോലീസിനെ വെല്ലുവിളിച്ചു പോയി, ഉന്നാവയിൽ പോയി, മണിപ്പൂരിൽ പോയി, എന്തുകൊണ്ട് കൊൽക്കത്തയ്ക്കൊന്നും പോകുന്നില്ല? അല്ല, കൊൽക്കത്തയ്ക്ക് അവർ പോകുമെന്ന് തോന്നുന്നില്ല. കാരണം ദീദിയുടെ മറ്റേ ശാസനം കിട്ടും, നിങ്ങളൊന്നും ഇവിടെ ഒന്നും വരേണ്ട കാര്യമില്ല എന്ന് ദീദി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകുന്ന പ്രശ്നമില്ല. അത് ഒന്നാമത് ദീദിക്ക് ഇത്തരം കാര്യങ്ങളിൽ പ്രഖ്യാപിത നയമുള്ളതാണ്. ഈ 14 വയസ്സുള്ള ഒരു കുട്ടിയെ കുറേ വർഷം മുമ്പ് അവിടെ ബലാത്സംഗം ചെയ്ത് കൊന്നു കഴിഞ്ഞപ്പോഴും അവർ പറഞ്ഞാണ് അത് കുട്ടി ശ്രദ്ധക്കുറവുകൊണ്ടാണ്. അല്ല, അവരുടെ പഴയൊരു പ്രസ്താവന ഇപ്പോൾ വീണ്ടും വരുന്നുണ്ട്. ആൺകുട്ടികളും പെൺകുട്ടികളും ഇടപഴകുന്നതുകൊണ്ടാണ് ബലാത്സംഗങ്ങൾ ഉണ്ടാകുന്നത്. അത് കുട്ടി ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്ന് മുമ്പ് അവർ പറഞ്ഞിട്ടുണ്ട്. ഈ സന്ദേശ് ഗലിയിൽ മറ്റേ അക്രമം നടന്നപ്പോഴും അവർ കാര്യമായിട്ട് ഇടപെടാൻ പോയില്ലല്ലോ അതിൻ്റെ അകത്ത്. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ഈ സ്ത്രീ സ്നേഹം കാപട്യമാണല്ലേ? അത് സെലക്റ്റീവാണ്. അല്ല, അവർക്ക് ഇത് മാത്രമല്ല, മൊത്തം രാഷ്ട്രീയം തന്നെ കാപട്യമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പക്ഷേ നെഹ്റുവിൻ്റെ കാലം മുതൽ തുടങ്ങിയതാണ്. ഈ മതേതരത്വം തുടങ്ങിയിട്ടുള്ള പല പരിപാടികളും കാപട്യമാണല്ലോ. അതിപ്പോൾ നമ്മൾ പറഞ്ഞു കേട്ടില്ലേ, ഒരു കഥ പറഞ്ഞു കേട്ടോ, ഒരാളുടെ ഒരു കഥ, ആരുടെ പേര് ഞാൻ പറയുന്നില്ല. ഒരു പെൺകുട്ടിയെ പ്രേമിച്ച് ഇങ്ങനെ കൊണ്ടു നടന്നു, പ്രഗ്നൻ്റായപ്പോൾ അബോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അവൾ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ബന്ധം ഉപേക്ഷിച്ചു. അങ്ങനെ ഒരാളെക്കുറിച്ചൊരു കഥ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ശ്രദ്ധാമാത എന്ന് പറഞ്ഞിട്ടൊരു സന്യാസിനി പണ്ട് ബാംഗ്ലൂരിൽ ഒരു ചാപിള്ളയെ പ്രസവിച്ചു. ആ കുട്ടിയുടെ ശരിയായിട്ടുള്ള അച്ഛൻ അന്വേഷിക്കാനേ പോയില്ല. അങ്ങനെയുണ്ട് കഥ. അങ്ങനെയുണ്ട്. ഏതായാലും ലഡ്കി ഹു ലഡ് സക്തി ഹു. പ്രിയങ്ക എന്ന് പറയുന്ന ലഡ്കിയെ കിട്ടിയില്ലെങ്കിലും രാജ്യത്തെ പെൺകുട്ടികൾ പോരാടുകയാണ്. അവർ ഇന്നല്ലെങ്കിൽ നാളെ ഈ പറയുന്ന അവസരവാദ രാഷ്ട്രീയക്കാർക്കെതിരെ പോരാടും.
ഇനി എത്ര നാൾ കൂടി ഈ മമതയെ സഹിക്കണം ബംഗാളികൾ എന്നുള്ളതാണ് പ്രധാനം. അല്ല, എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ അധികാര സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകൾ ആരോഗ്യം നോക്കാറുണ്ട്. ഇപ്പോൾ ജോ ബൈഡൻ അനാരോഗ്യ പ്രശ്നം ബന്ധപ്പെടുത്തി മത്സരിക്കേണ്ടെന്ന് അമേരിക്കൻ ജനത തീരുമാനിച്ചു, സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചു. പക്ഷേ നമ്മൾ ഫിസിക്കൽ ഹെൽത്തെ നോക്കാറുള്ളൂ. പക്ഷേ ഭരണാധികാരം ഏൽക്കുന്ന ആളുകളെ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് മെൻ്റൽ ഹെൽത്ത് പരിശോധിക്കുന്ന ഒരു സംവിധാനം നമ്മുടെ രാജ്യത്ത് ആവശ്യമാണ്. കാരണം എനിക്ക് ഈ സ്ത്രീയുടെ ശരീരഭാഷ പലപ്പോഴും കാണുമ്പോൾ അവർ നോർമലല്ല എന്ന് തോന്നാറുണ്ട്. അത് പണ്ടും ആളുകൾ പറയുമായിരുന്നു, അവർ ഉറങ്ങുന്നില്ല, ശരിക്കും ഉറക്കം കിട്ടുന്നില്ല, എപ്പോഴും പോരാട്ടത്തിലാണെന്നൊക്കെ ആദ്യകാലത്ത് പറയുന്നുണ്ടായിരുന്നു. മമതാ ബാനർജി നാട്ടുകാരോട് അല്ല, അവർ ഈ വേദിയിലൊക്കെ നടക്കുന്നതും ഒക്കെ കാണണം. ഇപ്പോൾ ഒരു വിചിത്രമായ അവരിങ്ങനെ നടന്ന് സംസാരിക്കും. വിചിത്രമായ ഒരു സമരവും ഇപ്പോൾ സംഭവിച്ചു. ആരോഗ്യ വകുപ്പ് മന്ത്രി അവരാണ്, ഹോം മിനിസ്റ്റർ അവരാണ്, മുഖ്യമന്ത്രിയും അവരാണ്. അപ്പോൾ ഇവർ MP-മാരെയും കൂട്ടി ഒരു സമരം. ആരോഗ്യമന്ത്രി മമതാ ബാനർജി, ആഭ്യന്തരമന്ത്രി മമതാ ബാനർജിക്കെതിരെ മുഖ്യമന്ത്രി മമതാ ബാനർജിയിൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് ആവശ്യപ്പെട്ട് സമരം ചെയ്യുന്ന അശ്ലീല കാഴ്ചയും നമ്മൾ കണ്ടു. ബംഗാളിൽ എന്തും നടക്കും. ബംഗാളിൽ ഇനി ഇതും കുറേ വർഷം കൂടി നടക്കുമല്ലോ. കാരണം രാഹുൽ ഗാന്ധിയുടെ പിന്തുണ, പ്രിയങ്ക ഗാന്ധിയുടെ പിന്തുണ, സോണിയാഗാന്ധിയുടെ പിന്തുണയൊക്കെ അവർക്ക് പക്ഷേ കിട്ടുകയും ചെയ്യും. ഈസ്റ്റ് ബംഗാളും മോഹൻ ബഗാനും ബംഗാളിൻ്റെ ഒരു വികാരമാണ്, ഏറ്റവും വലിയ ശത്രുക്കളാണ്. ആരാധകർ തമ്മിൽ കൂട്ടയടി നടക്കാറുണ്ട്. അവരിന്നലെ കൊൽക്കത്തയിലെ സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ കളി മാറ്റിവെച്ചിട്ടും 10,000-കണക്കിന് ജനം ഒന്നു ചേർന്ന് രണ്ട് ക്ലബ്ബുകളുടെയും ആളുകൾ ചരിത്രത്തിലാദ്യമായി ഒന്നിച്ചു നിന്ന് മമതയ്ക്കെതിരെ മുദ്രാവാക്യം വിളിച്ചു. അത് നല്ല സൂചനയാണ്.